മോളെ, നേരെ ഇത്രയായിട്ടും അവളെ എന്താ കാണാത്തത്? എന്തോ മണി 5:30 കഴിഞ്ഞു. ഇപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെ സിനിമ കാണുന്നത്? ഒന്ന് ഇറങ്ങിയില്ലേടി, അവളുടെ ഒരു ധൃതി കണ്ടില്ലേ? ആർക്കാണ് ധൃതി കൂടുതൽ? കണ്ടില്ലേ, 1 മണിക്കൂർ നേരമായി റോഡിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അവൾ പറഞ്ഞു കയറുടനെ വഴക്ക്. ഒന്ന് മിണ്ടാണ്ടിരിയതാ ഗോപി. എന്താ കഥ? അല്ല, ചേച്ചി വരുന്നുണ്ടല്ലോ. എത്ര നേരമായി ചേച്ചി കാത്തിരിക്കുന്നു? എന്താ മോളെ നീ വല്ലാതിരിക്കണത്? ശമ്പളം കിട്ടിയില്ല അച്ഛാ. എന്താ കാരണം? ബില്ല് പാസ്സായിട്ടില്ല. ചേച്ചി തമാശ പറയാ. എളുപ്പം ഒരുങ്ങ ചേച്ചി, അല്ലെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല. ചേച്ചി തട്ടിപ്പൊന്നും എന്റെ അടുത്ത് വേണ്ട. ചേച്ചി പണം എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നു എനിക്കറിയാം. അപ്പോഴത്തേക്ക് തന്നെ ഒന്നാം തീയതിയാണ് നമ്മളെ പൈസയും കിട്ടോളി. നമുക്ക് വേഗം പോണം. നിങ്ങളെന്താണ് മനസ്സാ പൊട്ടം പിണ്ണാക്കുന്ന മാതിരി ഒരു മുഴുങ്ങി കളി? ഇനി അവധി പറയാൻ പോവാണ്? ഇല്ല കഥ, എന്റെ മോക്ക് ഇന്ന് ശമ്പളം കിട്ടിയില്ല. ഈ ദുനിയാവിലുള്ള മനുഷ്യന്മാർക്ക് മുഴുവൻ 1-ാം തീയതിയാണ് മാസപ്പടി. നിങ്ങളെ മോക്ക് മാത്രം മാസപ്പടി കിട്ടിയിട്ടില്ല. നിങ്ങൾ ഇമ്മാതിരി ബളമൊന്നും ഞമ്മളോട് തളക്കണ്ട ചെല്ലി. കഥനെ അവരുടെ വളവൊന്നും ഞാൻ അഭ്യസിച്ചിട്ടില്ല. ഞാൻ സത്യമാണ് പറയുന്നത്, എന്നെ വിശ്വസിക്കൂ. അവളുടെ ശമ്പളം ഇന്ന് കിട്ടിയില്ല കഥനെ. സത്യമാണ് ഞാൻ പറയുന്നത്. അമ്മാതിരി കോഴിത്താളം വേണ്ടാന്ന്. അവളാണ് പടത്തോനാണ്. ഒറ്റമ്മൽ ഇറച്ചി വിട്ടുകാരൻ ആജിക്കോയുടെ മോൻ കാതറുട്ടിയാണ് ഞമ്മളെങ്കില്. ഞമ്മളെ പൈസ വാങ്ങാതെ നമ്മൾ ഇവിടുന്ന് പോകൂല. മനുഷ്യന്മാരായാലും നാളോ മാറും താഴെ വെക്കുന്നത് ബഹളം കൂട്ടാതെ. നമ്മൾ ബഹളം കൂട്ടി നിൽക്കില്ല, നാണകളായിപ്പോയി. അത്രല്ലേ നാണകളാണ്. നമ്മളെ പൈസ ഉണ്ടെന്നേക്ക് നമ്മൾ കഴിക്കാമല്ലോ. പണം കിട്ടുമ്പോ കൊണ്ടുവന്നാലും അങ്ങനെ കിട്ടുമ്പോ തരാന്ന് പറഞ്ഞല്ലോ. മേയ്ക്കുണ്ടായത് മേയ്ക്കുണ്ടാവുമ്പോ നല്ല പഞ്ചാര മൊന്തിയും അത് ചോദിക്കാൻ വന്നപ്പോ ഈ മൊന്ത പുളിച്ചു കഴിഞ്ഞു. അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. അകത്തു പോകാൻ. ഖാദർ മുതലാളി, ക്ഷമിക്കണം. എനിക്ക് ശമ്പളം കിട്ടാഞ്ഞിട്ടാണ്. പണത്തിന് അത്യാവശ്യമാണെങ്കിൽ ഇതാ കൊണ്ടുപോകും. വേണ്ട മോളെ, നമ്മൾ അന്യജാതിക്കാരനാണെങ്കിൽ ഞമ്മക്കും വീടും കുടിയും മക്കളൊക്കെ ഉള്ളവന് അത് മോളെ കൈപ്പിന്ന് വെച്ചു. നമ്മളെ ബേജാറോണ്ട് പറഞ്ഞു പോയതാ. നമ്മൾ പോട്ടെ, നമ്മൾ പോട്ടെ. ഇങ്ങോട്ട് തെളിക്കി ഇവിടെ ഇരുന്ന ഫയൽ നമ്പർ 20 കാണുന്നില്ലല്ലോ. അത് കണ്ടു തന്നെ ആകണം. ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ലേ? കൊണ്ടുവരണം. എന്തെല്ലാം ജാനിയമ്മേ, സൗഖ്യം തന്നെയാണോ? ഇന്നലെ സുഖമായിട്ട് വീട്ടിലെത്തിയോ? സിനിമ എങ്ങനെ? സിനിമ ആര് കണ്ടു? സ്വാമി, എന്താണ് വിമലമ്മയ്ക്ക് വേണ്ടത്? വിമലയ്ക്ക് വേണ്ടത് എന്റെ ശമ്പളം ഇതുവരെ കിട്ടിയില്ല. ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. എന്താ വിമലമ്മേ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ജോലിയെ പ്രവേശിച്ചിട്ട് 1 മാസമല്ലേ ആയുള്ളൂ. ശമ്പളം കിട്ടാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അല്പം താമസിക്കും. വീട്ടിലെ വിഷമം കൊണ്ട് പറഞ്ഞതാണ്. അത് ഞാൻ എന്ത് വേണം? ഓഫീസ് കാര്യങ്ങൾ മുറപോലെ തന്നെ നടക്കണം. ഇന്നലെ തന്ന കടലാസുകളെല്ലാം ടൈപ്പ് ചെയ്തോ? ചെയ്തു. ആഹാ, ഇന്ന് കുറെ ഡ്രാഫ്റ്റ് ടൈപ്പ് ചെയ്യാനുണ്ട്. എന്താണ് വിമലാമ്മയുടെ മുഖത്ത് ഒരു വല്ലായ്മ കാണുന്നല്ലോ? പിന്നെ വല്ലായ്മ കാണാതിരിക്കുമോ? ഞാൻ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു. ശങ്കുണ്ണേ,
എന്റെ കാറ് വർക്ക്ഷോപ്പിലാണ്. ബിന്ദു മോളെ സ്കൂളിൽ വിടുന്ന സമയത്ത് അവിടെ ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. സാർ, ഈ മാസത്തെ ശമ്പളം ഹെഡ് ക്ലാർക്കിനോട് പറഞ്ഞില്ലേ? പേപ്പേഴ്സ് ശരിയായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഓഹോ, കിട്ടിയിട്ട് വളരെ അത്യാവശ്യമുണ്ടായിരുന്നു സാർ. എങ്ങനെയെങ്കിലും പണം ഞാൻ തരാം. ശമ്പളം കിട്ടിയിട്ട് തിരിച്ചു തന്നാൽ മതി. വേണ്ട സാർ, സാറിനത് ബുദ്ധിമുട്ടാകും. നോ നോ, ദാറ്റ്സ് ഓൾ റൈറ്റ്. സ്വാമി, ഇന്നെനിക്ക് നേരത്തെ ഒന്ന് പോകണം. വീട്ടിൽ തന്നല്ലോ. അതെ. വീട്ടിലെന്താണ് നേരത്തെ ചെന്നിട്ട് നേടാനുള്ളത്? കഴിയുന്നു താമസിച്ച് വീട്ടിൽ ചെല്ലുന്നതാണ് നമ്മുടെ ഒരു ശിഷ്ടം. കുഴന്തകളെല്ലാം അപ്പോൾ ഉറങ്ങിയിരിക്കും. അച്ഛന് സുഖമില്ലാതിരിക്കുകയാണ്. ഓഹോ, ഫാദറിന് സുഖമില്ല. എന്താണ് അസുഖം? വാദം. ഞാൻ ചെന്നിട്ട് വേണം കഷായം വെച്ച് കൊടുക്കാൻ. ഇപ്രായത്തിൽ കൈക്കും കാലിനും വാദം പിടിച്ച ഫാദർ ഉണ്ടായിരിക്കുന്നത് ഏറെ ഉത്തമമാകുന്നു എന്ന് പറയുന്നു ജാനകിയമ്മേ. തളർവാദമാണ് നല്ലത് സ്വാമി. എന്താ സ്വാമി ഒരു ദേഷ്യത്തിലിരിക്കുന്നത്? ജാനകിയമ്മയോ, കാലത്തെ നമ്മുടെ കണ്ടക്ടർക്ക് പറ്റിയതുപോലെ ഫാളി നമ്മുടെ സംസാരത്തിനും പറ്റിയിരിക്കുന്നു. സാധാരണ ഇവിടെ ഇങ്ങനെ ഒരു കുച്ചിയിടാറുണ്ട്, ഇന്നത് ഇട്ടില്ല പോകുന്നതിക്ക് പോകുന്നു. അപ്പൊ ജാനകിയമ്മ ഉണ്ടാ? ഓ ഉണ്ട് സ്വാമി, പക്ഷെ ഒരു രസമില്ല. നാം അടുത്തില്ലാത്തതുകൊണ്ടായിരിക്കും. അതല്ല സ്വാമി, ഒരു നാട്ടം പിടിച്ച ഒരു അരി. എന്നാലും ഉണ്ടെന്ന് ജാനകിയമ്മയല്ലേ സുഗന്ധം ലഭിക്കും. ജാനകിയമ്മേ, നമ്മുടെ വൈഫ് നല്ല രീതിയിൽ പാചകം ചെയ്യുന്ന ഒരു ലളിതാമണിയാണ്. എന്നാ എന്തെല്ലാം സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ. സാമ്പാർ ചാണമോ തൈര് ചാണമോ? റൈസ് ഡിഫിഷ്യൻസി അല്ലേ, ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യണമല്ലോ. അതുകൊണ്ട് മധ്യത്തിൽ ഞാൻ ഗോതമ്പ് ദോശയാണ് കഴിക്കാറുള്ളത്. എന്റെ സ്വാമി, ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയാണ് ഇക്കണ്ട പാത്രങ്ങളെല്ലാം കെട്ടിച്ചവന്നോണ്ട് വന്നത്. ജാനകിയമ്മേ, എന്റെ ഹൃദയം നിങ്ങൾക്ക് ഞാൻ തുറന്നു കാണിച്ചു. എന്റെ ടിഫിൻ കാര്യം തുറക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. എന്റെ ഫുഡ് ഡിവിഷൻസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വെരി അർജന്റ്, ഇത്രയും ടൈപ്പ് ചെയ്തിട്ടേ പോകാവുള്ളൂ സ്വാമി പറഞ്ഞു. എനിക്ക് നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ടായിരിക്കും. മറ്റേ ടൈപ്പിസ്റ്റ് വന്നില്ലല്ലോ. എന്താണിത്? എന്താണ് ടൈപ്പ് ചെയ്യുന്നത്? നാളെ പോകേണ്ട ലെറ്റേഴ്സാണ്. ആര് പറഞ്ഞു 5:30 ശേഷം ടൈപ്പ് ചെയ്യാൻ? ഹെഡ് ക്ലർക്ക്. ഹെഡ് ക്ലാർക്കിനെ വിളിക്കൂ. സ്ത്രീകളെ 5:30 ശേഷം ഓഫീസിൽ ഇരുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നാളെ പോവാനുള്ള ലെറ്റേഴ്സ് ആണ്. ടൈപ്പിസ്റ്റ് മിരാൻഡ 3 days കാഷ്വൽ ലീവ്. നോ നോ, പാടില്ല. അവരോട് പോകാൻ പറയൂ. നിങ്ങൾ പോകണം. ഓഫീസ് വർക്ക് സബർ ചെയ്തെന്ന് നമ്മൾ വിചാരിച്ചു. ഒന്ന് നമ്മൾ വിചാരിക്കുന്നു, ഒന്ന് വന്ന് ഭവിക്കുന്നു. യു ക്യാൻ ഗോ. അല്ല സ്വാമി പോയില്ലേ? നിങ്ങൾ പറഞ്ഞതേ ശരിയായിട്ട് വന്നു. സ്ത്രീകളുടെ നിഗമനങ്ങൾ പ്രമാണങ്ങൾ തന്നെ. ലേഡീസ് പ്രിഡിക്ഷൻസ് ആൾവേസ് കറക്റ്റ്. അപ്പൊ ഞാൻ പോട്ടെ സ്വാമി. എല്ലാവരും പോയോ എന്നാണ് തോന്നുന്നത്. പിന്നെ എന്താണ് ഇത്ര ധൃതി? നമുക്ക് ഒരുമിച്ച് പോകാം. പലരും കണ്ടാലോ? ജാനകിയമ്മ സാർ പോട്ടെ സ്വാമി, ഞാൻ നിൽക്കാം. ശങ്കുണ്ണി പോയില്ലെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഇല്ല, ഒരു കാര്യത്തിന് കണ്ണില്ലെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ അതിനിപ്പോ ചെവിയില്ലെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. ശങ്കുണ്ണി,
തമാശ പറയുന്നു തമാശ പറയുന്നു. എനിക്ക് പറയാനുള്ളത് ഇതാണ്, വിമല ഒറ്റയ്ക്ക് ഈ ഭാരം ചുമക്കുന്നത് കാണാനുള്ള കരുത്ത് എനിക്കില്ല. അതാണ് സുഖം. ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കുന്നതാണ് നല്ലത്. മറ്റൊരാൾ കൂടി ഉണ്ടായാൽ അറിയാതെ അയാൾ തന്റെ ഭാരം തറയിലിട്ടാൽ എന്റെ കഴുത്തൊടിയും. യുക്തിവാദത്തിനല്ല പറഞ്ഞത്. യുക്തിവാദത്തിന് ഞാൻ തയ്യാറുമില്ല. ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ഒരു കടമയുണ്ട്. അത് നിറവേറ്റാതെ ഞാൻ എന്റെ സുഖത്തെപ്പറ്റി ചിന്തിക്കുകയില്ല. ചേട്ടനത് പറയുകയും വേണ്ട. ഒരു ഭാര്യയായാൽ കുടുംബത്തോടുള്ള കടമ നിറവേറ്റാൻ പ്രയാസമാണോ? അതെ. മനസ്സിലായില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനോടേ കടമയുള്ളൂ. നേരെ മറിച്ച് ഭർത്താവില്ലാത്ത സ്ത്രീക്ക് അച്ഛനോടും കൂടപ്പിറപ്പുകളോടും കടമകളുണ്ട്. കാലവും തിരമാലകളും ആരെയും കാത്തു നിൽക്കാറില്ലെന്നറിയാമല്ലോ. ആരും ആരെയും കാത്തു നിൽക്കരുതെന്നാണ് എന്റെ അഭിപ്രായം. കാത്തുനിൽപ്പ് ഒരു മുഷ്പം പണിയാണ്, അല്ലേ? കോപിച്ചാണോ? പിണക്കമാണോ? ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ വീട്ടിൽ പോയാൽ ഉറങ്ങാമായിരുന്നു. ഇപ്പോൾ കഷായം എത്ര ചട്ടിയായി? 10 ചട്ടിയായി കാണും. വേദന എങ്ങനെ ഇരിക്കുന്നു? വലിയ കുറവില്ല വൈദ്യരെ. നമുക്കൊരു വഴി കൂടെ ഒന്ന് നോക്കണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. ഒരു ചെറിയ ദേവീ പൂജ നടത്തി നോക്കിയാലെന്തെന്ന് എനിക്കൊരാലോചന. രോഗം വന്നാൽ ചവിട്ടും പൂജയാണോ വൈദ്യരെ ചികിത്സ? മോനെ, അതും ഒരു ചോദ്യമാണ്. ശവനനും രോഗം വന്നു, അഗസ്ത്യക്കും രോഗം വന്നു. അന്നും ധന്വന്തരിയെ മൂർത്തി വിധിച്ചത് കഷായമാണ്. മോൻ ഇതൊന്നും മനസ്സിലാവില്ല. നീ അങ്ങ് പോ. ഇംഗ്ലീഷ് പഠിച്ചാൽ ഇതാണ് അനർത്ഥം. നാട്ടു നടപ്പെല്ലാം പുച്ഛമായിട്ട് തോന്നും. അങ്ങനെ ഒന്നും തോന്നിയിട്ടല്ല. രോഗം വന്നാൽ മനുഷ്യ ശരീരശാസ്ത്രം 8ഉം 10ഉം വർഷം പഠിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാരെ വേണം കാണിക്കാൻ. ആകാമല്ലോ. പക്ഷേ വാനരപ്പടയും ലക്ഷ്മണനും രാക്ഷസന്മാരുടെ അമ്പേറ്റ് മരിച്ചു വീണപ്പോഴും മരുത്വാമലയിലെ പച്ചിലയാണ് ജീവിപ്പിച്ചത്, അല്ലാതെ അലോപ്പതിയല്ല. എന്താ അച്ഛാ പണിക്കര് വൈദ്യം ഗൗരവത്തിൽ പോയത്? നമുക്കുള്ളൊരു മകനെ കൊണ്ട് ഈ നാട്ടുകാരെ പിണക്കാനല്ലാതെ ഇണക്കാൻ ഒക്കുമോ മോളെ? നടക്കട്ടെ.